ചില റെയിൽവേ ട്രാക്കിലെ ആ കൊലപാതകത്തിൽ അത് വാക്ക് തർക്കത്തിനിടെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്നാണ് കൊലപാതകം നടന്നതെന്നാണ് പ്രതി നൽകുന്ന മൊഴി. ക്രൂരമായ ആക്രമണമാണ് യുവതി നേരിട്ടത് എന്ന് പരിശോധനയിൽ വ്യക്തമായി. പ്രതി ഷാജി യുവതിയുടെ മുഖത്തും കണ്ണിലുമൊക്കെ പലതവണ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. കരിങ്കല്ലിലേക്ക് തെറിച്ചു വീണാണ് യുവതിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. തന്റെ കുടുംബം തകർക്കുമെന്ന യുവതിയുടെ ഭീഷണി അടക്കം പ്രകോപന കാരണമാണ് എന്നുമാണ് പ്രതി ഷാജി മൊഴി നൽകുന്നത്. രാഗിൻ വിവരങ്ങളുമായിട്ടുണ്ട്. രാഗിൻ, ഇവർ തമ്മിലുള്ള പരിചയം എങ്ങനെയാണ്? ഏത് വിധത്തിൽ കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടു എന്നതാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലാകുന്നത്? ദിവിഷ്, കഴിഞ്ഞ ദിവസമാണ് കോട്ടയം സ്വദേശിനിയായിട്ടുള്ള സുധാ ബേബി എന്ന് പറയുന്ന യുവതിയെ വൈറ്റ്ലയിലെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ അത് കൊലപാതകമാണെന്ന് ബോധ്യമായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഷാജി പൊന്നുരുന്ന് സ്വദേശി പിടിയിലാവുകയും ചെയ്തിരുന്നു. പോലീസിന് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയാണ്. അതായത് ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് യുവതി ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആദ്യം ഇവർ തമ്മിൽ ചെറിയ തർക്കമുണ്ടാകുന്നു. തർക്കം പിന്നീട് പിടിവലിയിലേക്ക് പോകുന്നു. ആ ഘട്ടത്തിൽ യുവതി ഈ ഷാജിയുടെ ഫോൺ വലിച്ചെറിയുന്നുണ്ട്. ഇതിൽ കൂടുതൽ പ്രകോപിതനാകുന്നു. തുടർന്ന് ഈ യുവതിയുടെ മുഖത്ത് ശക്തമായി തന്നെ ഇടിക്കുകയാണ്. മുഷ്ടി ചുരുത്തി ഇടിക്കുന്നു, കണ്ണിനും ഇടിക്കുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ യുവതി തെറിച്ചു വീഴുമ്പോൾ കരിങ്കലിൽ പോയാണ് തലയിടിക്കുന്നത്. അങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാകുന്നു, തല മുറിയുന്നു, അങ്ങനെ ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഈ ഘട്ടത്തിൽ യുവതി ഒച്ച വയ്ക്കുന്നുണ്ട്. അപ്പം മറ്റാരും കേൾക്കാതിരിക്കാൻ വേണ്ടി യുവതിയുടെ വായും മറ്റും അമർത്തി പിടിക്കുകയാണ്. അങ്ങനെ കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയും ശ്വാസതടസ്സം നേടുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ മരണത്തിലേക്ക് പോകുന്നത്. ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ട്രാക്കിൽ കൊണ്ടുപോയി മൃതദേഹം ഇടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉൾപ്പെടെ നടത്തിയിരുന്നു. ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു. ഈ ഷാജി കൊടുത്തിരിക്കുന്ന മൊഴിയെന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു പ്രകോപനമാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി ടോർച്ചറിങ് ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള മൊഴികളാണ്. പക്ഷേ അത് പോലീസ് പൂർണ്ണമായും പരിശോധിച്ച് വരികയാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ തൻ്റെ കുടുംബം തകർക്കുമെന്നടക്കം യുവതി പറഞ്ഞു എന്ന കാര്യമാണ് ഷാജി മൊഴിയായി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്ന് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടാകും. ഇന്നലെ വൈകിട്ട് 5:30 അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് വ്യക്തമാകുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. തുടർന്നുള്ള തെളിവെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. എന്തായാലും വിശദമായൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.